കുറിച്ചുള്ള ധാരാളം വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ സിനിമാ കഥകളെ വെല്ലുന്ന ഒരു തൊഴിൽ തട്ടിപ്പിന്റെ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. റഷ്യയിൽ സെക്യൂരിറ്റി ജോലിക്കായി എത്തിയ ചെറുപ്പക്കാർ അകപ്പെട്ടത് റഷ്യയുടെ കൂലിപ്പട്ടാളമായ വാഗ്നർ ഗ്രൂപ്പിലാണ്. മാത്രമല്ല, യുക്രൈൻ യുദ്ധമുഖത്തേക്ക് പോകാൻ ഇവർ സമ്മർദ്ദം നേരിടുകയാണ്. റഷ്യയിൽ സെക്യൂരിറ്റിക്കായി പോയ 12 ഇന്ത്യൻ യുവാക്കളാണ് യുദ്ധമുഖത്ത് കുടുങ്ങിയത്. വീഡിയോ സന്ദേശത്തിലൂടെയാണ് ഇവർ തങ്ങളുടെ അവസ്ഥ അറിയിച്ചത്. ഞങ്ങളിവിടെ സെക്യൂരിറ്റി ജോലിക്ക് വന്നതാണ്, യുദ്ധത്തിന് വന്നതല്ല. എങ്ങനെയെങ്കിലും രക്ഷിച്ച് തിരിച്ചെത്തിക്കണം. ഞങ്ങൾ മരണമുഖത്തേക്കാണ് പോകുന്നത്. മരിയുപോളിൽ കുടുങ്ങിയ ഹൈദരാബാദ് സ്വദേശിയായ മുഹമ്മദ് അഫ്സാൻ വീഡിയോ സന്ദേശത്തിലൂടെ പറഞ്ഞു. ഇതുപോലെ 11 ഇന്ത്യൻ യുവാക്കൾ കൂടി ഹാർക്കീവ്, ഡൊണറ്റ്സ്ക് എന്നിങ്ങനെ പല മേഖലകളിലായി കുടുങ്ങിക്കിടക്കുകയാണ്. തെലങ്കാന, കർണാടക, ഗുജറാത്ത്, ഉത്തർപ്രദേശ്, കശ്മീർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് തൊഴിൽ തേടി റഷ്യയിലെത്തി കുടുങ്ങിയത്. ദുബായിൽ വെച്ചായിരുന്നു റിക്രൂട്ട്മെന്റ് ഏജന്റുമാരായി യുവാക്കൾ ആദ്യം കൂടിക്കാഴ്ച നടത്തിയത്. ശേഷം 2023 നവംബറിൽ ദുബായിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങി. പിന്നീട് 2023 ഡിസംബറിൽ ചെന്നൈയിൽ നിന്ന് വിസിറ്റിംഗ് വിസയിലാണ് ഇവർ റഷ്യയിലെത്തിയത്. 30,000 മുതൽ 40,000 രൂപ വരെ ശമ്പളം വാങ്ങിയിരുന്ന യുവാക്കൾക്ക് 2 ലക്ഷം രൂപയാണ് റഷ്യയിലെ ജോലിക്ക് ദുബായിലെ ഏജന്റുമാർ വാഗ്ദാനം ചെയ്തത്. ഇതിനായി ഓരോരുത്തരിൽ നിന്നും 3.5 ലക്ഷം രൂപ വീതം ഏജന്റുമാർ കൈക്കലാക്കി. റഷ്യൻ ഭാഷയിൽ എഴുതിയ ധാരണാപത്രത്തിലാണ് ഇവർ ഒപ്പിട്ടത്. റഷ്യയിലെത്തിയ ഇവർക്ക് കിട്ടിയത് ആയുധ പരിശീലനമാണ്. പിന്നാലെ യുദ്ധമുഖത്തേക്ക് പോകാൻ നിർദ്ദേശവും കിട്ടി. ഇതോടെയാണ് ഇവർ നാട്ടിലേക്ക് സന്ദേശം അയച്ചത്. സർക്കാർ ഉടനടി ഇടപെടണമെന്ന് കാട്ടി ഹൈദരാബാദ് എംഡി ഉവൈസി വിദേശകാര്യ മന്ത്രാലയത്തിന് കത്ത് നൽകി. നേതാവായ പ്രിഗോറിൻ കൊല്ലപ്പെട്ടതോടെ വാഗ്നർ ഗ്രൂപ്പ് റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ നിയന്ത്രണത്തിലാണ്. പുടിന്റെ വിശ്വസ്തനും വ്യവസായിയുമായ യവ്നി പ്രിഗോറിൻ 2014 രൂപവൽക്കരിച്ച സ്വകാര്യ സൈനിക സംഘമാണ് PMC വാഗ്നർ അഥവാ വാഗ്നർ പട്ടാളം. വിദേശത്തെ സൈനിക നടപടിക്ക് റഷ്യ ഉപയോഗിക്കുന്ന കൂലിപ്പട്ടാളമാണിത്. 250 പേരുമായി തുടങ്ങിയ സംഘം 8 വർഷം കൊണ്ട് 50,000-ഓളം അംഗങ്ങളുള്ള വലിയ ഗ്രൂപ്പായി മാറി. നിലവിൽ ആഗോളതലത്തിൽ വ്യാപാര ബന്ധങ്ങളും ആയുധ കച്ചവടവും വാഗ്നർ ഗ്രൂപ്പിനുണ്ട്. റഷ്യ-യുക്രൈൻ യുദ്ധം അനിശ്ചിതമായി നീളുന്നതോടെ യുദ്ധത്തിനായി ലോകമെമ്പാടും നിന്ന് ആളുകളെ കൂലിപ്പട്ടാളത്തിലേക്ക് ഇറക്കുമതി ചെയ്യുകയാണെന്ന ആരോപണം ഉയരുന്നുണ്ട്. അതിനിടെയാണ് അമ്പരപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി ഇന്ത്യൻ യുവാക്കൾ എത്തിയത്. അതിനിടെ വിദേശകാര്യ മന്ത്രാലയം സംഭവം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവരെ തിരിച്ചെത്തിക്കുന്നതിനായി ഇന്ത്യ നടപടി ആരംഭിച്ചതായും മന്ത്രാലയം പറയുന്നു. 12 ഇന്ത്യക്കാർ റഷ്യയിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചത്.